നമസ്കാരം. PK രാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും 2021 ബഷീർ ദിന ആഘോഷ പരിപാടികളിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ അശ്വതി MK, നിങ്ങളുടെ അശ്വതി ടീച്ചറാണ്. ഇന്നത്തെ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൊച്ചു കൂട്ടുകാരോടൊപ്പം സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവോ? എന്താണ്? ഇന്നാണ് ബഷീർ ദിനം. കൂട്ടുകാർക്ക് ബഷീറിനെ അറിയാമോ? നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ. അറിയാല്ലേ? ബഷീറിനെ കുറിച്ച് അറിയാത്തവരുണ്ടോ? ഉണ്ടോ? നമുക്ക് ബഷീറിനെ ഒന്ന് പരിചയപ്പെടാം. എന്താ, റെഡിയല്ലേ? കൂട്ടുകാർ ബഷീറിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ടിവിയിൽ കണ്ടിട്ടുണ്ടോ? പത്രങ്ങളിലോ മറ്റു ചിത്രങ്ങളിലോ കണ്ടിട്ടുണ്ടോ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. എന്താ, എല്ലാവരും ബഷീറിനെ കണ്ടില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിനെ. എന്തൊരു നല്ല മനുഷ്യനാണ് അല്ലേ? അദ്ദേഹത്തിന് എല്ലാവരോടും എല്ലാത്തിനോടും എന്തൊരു സ്നേഹമായിരുന്നു എന്നോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളിൽ നമുക്ക് എല്ലാവരെയും കാണുവാൻ പറ്റും. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ എല്ലാവരും തന്നെ കഥാപാത്രങ്ങളായി വരാറുണ്ട്. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും വീടും നാടും പരിസരവും അങ്ങനെയെല്ലാം. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു യാത്രാപ്രിയൻ കൂടിയായിരുന്നു. ഇന്ത്യയൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആഫ്രിക്കയിലും അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ നമ്മുടെ സ്വന്തം സുൽത്താൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുമുണ്ട്. ആ യാത്രയിൽ നിന്നും ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കഥകളും നോവലുകളും ഒക്കെയായി മാറിയിരിക്കുന്നത്. ബഷീർ ജനിച്ചത് എപ്പോഴാണ് എന്ന് കൂട്ടുകാർക്കറിയാമോ? 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് നമ്മുടെ സ്വന്തം ബഷീർ ജനിച്ചത്. 1908 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുന്നെയാണ് അല്ലേ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ഒരു പങ്ക് തന്നെ നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ കാര്യം കൂട്ടുകാർക്ക് അറിയാമായിരുന്നോ? ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾക്ക് മുതൽക്കൂട്ടായി വന്നിരുന്നത്. ബഷീറിന് നമ്മുടെ ഈ ലോകം അനന്തമായ ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ ഒരു മായാ പ്രപഞ്ചമാണ്. കണ്ടില്ലേ, എത്രയേറെ പുസ്തകങ്ങളാണ് അല്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രയേറെ നല്ല സൃഷ്ടികൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായത് എന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പുസ്തകങ്ങൾ നമ്മളിപ്പോ കണ്ടു അല്ലേ? പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ, മാന്ത്രിക പൂച്ച, തേന്മാവ്, അങ്ങനെ അങ്ങനെ അങ്ങനെ
എത്രയേറെ പുസ്തകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബഷീറിന്റെ സൃഷ്ടികളിൽ ഭാർഗവീ നിലയം, ബാല്യകാല സഖി, മതിലുകൾ എന്നീ സൃഷ്ടികൾ സിനിമയാക്കി മാറ്റിയിട്ടുമുണ്ട്. ബഷീറിന്റെ പുസ്തകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പാത്തുമ്മായുടെ ആട് വായിച്ചിട്ടുണ്ടോ? തേന്മാവ് വായിച്ചിട്ടുണ്ടോ? മാന്ത്രിക പൂച്ച വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് ബഷീറിന്റെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു തരുവാൻ വേണ്ടി സ്നേഹത്തോടെ ആവശ്യപ്പെടണം. ബഷീറിന്റെ ഓരോ നോവലും കഥകളും ഒക്കെയും അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളിൽ നിന്ന് അദ്ദേഹം എഴുതി തീർത്തവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ നമുക്ക് ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും എല്ലാം കാണാൻ പറ്റും. നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടുമുള്ള മനുഷ്യരും മൃഗങ്ങളും പ്രാണികളും ജീവികളും പക്ഷികളും ഒക്കെയും ബഷീർ കൃതികൾ വായിക്കുന്നതിലൂടെ നമ്മുടെ അടുത്തേക്ക് വരും, അല്ലേ? 1994 ജൂലൈ 5-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ചാണ് നമ്മുടെ സ്വന്തം സുൽത്താൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. നമ്മുടെ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 5-ാം തീയതി. ഇന്ന് എല്ലാ വർഷവും ജൂലൈ 5-ാം തീയതി ബഷീർ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു. പി.കെ. രാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല വായനാശീലമുള്ള കുട്ടികളായി നല്ല മനുഷ്യരായി വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ ബഷീറിനെ മാത്രം വായിച്ചാൽ പോരാ. ബഷീറിനെ വായിക്കണം, കുഞ്ഞുണ്ണി മാഷ വായിക്കണം, MT-യെ വായിക്കണം, സുഗതകുമാരിയെ വായിക്കണം. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തമായതും അല്ലാത്തതുമായ എല്ലാ എഴുത്തുകാരെയും വായിക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഒരു പ്രതിജ്ഞ നമ്മൾ എല്ലാവരും ഈ ബഷീർ ദിനത്തിൽ മനസ്സാൽ എടുക്കണമെന്ന് കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ബഷീർ പറഞ്ഞതുപോലെ സകല ചരാചരങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.